നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ വീടാണിത്. ആനന്ദ് ഭവൻ. നെഹ്റു വളർന്ന, മോത്തിലാൽ നെഹ്റു നിർമ്മിച്ച വീട്. ഇവിടെ ആനന്ദ് ഭവനിൽ മഹാത്മാഗാന്ധി പലതവണ വന്ന് താമസിച്ച മുറിയാണ്. ഒരു കട്ടില്, താഴെ ഇരിക്കാനുള്ള ഒരു സൗകര്യം. മഹാത്മാഗാന്ധി കൊച്ചു കുട്ടിയോടൊപ്പം ഇരിക്കുന്ന ഒരു ചിത്രം കൂടിയുണ്ട്. ഒരു പക്ഷേ ഇന്ദിരാഗാന്ധി ആയിരിക്കണം. ഇപ്പോഴത്തെ മുറി ഈ വരാന്തയിലൂടെ പോയിട്ട് ഇന്ദിരാഗാന്ധി താമസിക്കുന്നത് മുറി. ഒരു മേശ, കുറേ പുസ്തകങ്ങൾ, ഒരു അലമാരൊക്കെ കാണാം നമുക്ക്. ഇതിനെല്ലാം അപ്പുറത്ത് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ഇരുന്ന് വളരെ പ്രധാനപ്പെട്ട കുറേ തീരുമാനങ്ങൾ എടുത്ത സ്ഥലവും ഇത് തന്നെയാണ്. തൊട്ടപ്പുറത്തെ മുറിയിലാണ് നമുക്ക് കാണാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് നയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്ത മുറിയാണ്. ഒരുപാട് പുസ്തകങ്ങൾക്ക് നടുവിലുള്ള ഒരു സ്ഥലം. മഹാത്മാഗാന്ധിയും JB കൃപലാനിയും സർദാർ വല്ലഭായ് പട്ടേലും ജയലക്ഷ്മി പണ്ഡിറ്റെല്ലാം ഇരുന്ന് യോഗം ചെയ്യുന്നതിൻ്റെ ഒരു ചിത്രം നമുക്കിവിടെ കാണാൻ പറ്റും. ജനങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും നെഹ്റു ഉണ്ടോ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്? ദീദി, भारत अपना उन्हीं का है, बस कमा खा रहे हैं, बच्चों को पाल रहे हैं. ऐसी सरकार आई है कि गरीबों की तो कोई सुनाई नहीं है. पंडित जी गरीबों को साथ है. जी, गरीबों को साथ था. राजीव गांधी का था सरकार, तब इतनी महंगाई नहीं था. मोदी का सरकार आ गया तो महंगाई आ गई कि नौकरी भी नहीं मिल रही है, कोई धंधा भी नहीं है. ഈ നെഹ്റുവിനെ പറ്റി ചോദിച്ചപ്പോൾ രാജീവ് ഗാന്ധി വരെയുള്ള സർക്കാരുകളെ കുറിച്ച് അവർ പറഞ്ഞു. രാജീവ് ഗാന്ധിൻ്റെ സർക്കാരായിരുന്ന സമയത്ത് ഇത്രയൊന്നും വിലക്കയറ്റം ഉണ്ടായിരുന്നില്ല. പക്ഷേ മോദിയുടെ കാലത്ത് വിലക്കയറ്റം കൂടുതലെന്നാണ് അവർ പറയുന്നത്. वक्त था ही भाई. अभी आप उसको गाली देता है आदमी, मूर्ख है जो उसको गाली देता है. चलिए सर, बस इतना ही. It's a diversity of our country which we remain the historian as we follow about the Anand Bhavan. ചൈനയെ അന്ധമായി വിശ്വസിച്ചതിൻ്റെ പേരിൽ കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പിരിച്ചുവിട്ടതിൻ്റെ പേരിലെല്ലാം കുറേയേറെ വിമർശനങ്ങൾ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു നേരിടുന്നുണ്ട്. പക്ഷേ അപ്പോഴും അദ്ദേഹം നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതികളാണ് ഇന്ത്യയിൽ ഇന്ന് കാണുന്ന മുന്നോട്ട് പോക്കിനെല്ലാം അടിത്തറ എന്ന് വിലയിരുത്താൻ കഴിയും. പതിറ്റാണ്ടുകൾക്കിപ്പുറവും നെഹ്റുവിനെ ഓർത്തു വെക്കുന്നുണ്ട്, ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ. നമുക്ക് അലഹബാദിൽ നിന്ന്, പ്രയാഗ്രാജിൽ നിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്യാം.